കരങ്ങളിലെത്തി അവസാനത്തെ പുസ്തകമായിട്ട് സദൃശ്യവാക്യങ്ങളുടെ വ്യാഖ്യാനം ആയിരിക്കുന്നു. തൻ്റെ ശുശ്രൂഷ ഈ ഭൂമിയിൽ താൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2006 ഐഡന്റിഫൈ ചെയ്ത രോഗത്തോടുള്ള ബന്ധത്തിൽ ട്രീറ്റ്മെന്റിലായിരുന്നു. ഈ ആശുപത്രിയിൽ നിരന്തരമായിട്ട് തൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിലാകുവാൻ കർത്താവ് അനുവദിച്ചു. തൻ്റെ മകൾ ഇവിടെയുള്ള ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് എന്നുള്ള നിലയിൽ ശുശ്രൂഷ ചെയ്യുന്നു. തൻ്റെ മരുമകനായ അബി ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നുള്ള നിലയിലും ശുശ്രൂഷ ചെയ്യുന്നു. ആ നിലയിലാകുന്നു നാം ഒരുമിച്ച് ഈ നിലയിൽ കൂടുവാനായിട്ട് അവസരമായി. ഇവിടെ പ്രത്യേക ശുശ്രൂഷകൾക്ക് വേണ്ടിയുള്ള പദ്ധതികളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും ഇപ്പോൾ നാം ഇവിടെ ഇരിക്കുമ്പോൾ ചുരുങ്ങിയ ചില നിമിഷങ്ങൾ മാത്രം ഒരു ലഘു സന്ദേശം കേൾക്കുവാൻ നമുക്കൊരവസരമുണ്ട്. ഒരു ചെറു സന്ദേശം നമുക്ക് കേൾക്കുന്നതായിരിക്കും. അതിനു മുൻപ് ഈ സ്ഥാപനത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ ജിബോയ് വർഗീസാണ് ആദ്യം 1-2 വാക്കുകൾ പറയുന്നതായിരിക്കും. അതിനൊരു സാധനം ക്ഷണിക്കും. തോമസിന്റെ നിര്യാണത്തോടൊപ്പം നമ്മുടെ കഴിഞ്ഞ ചില നാളുകളായിട്ട് ഞാൻ ചികിത്സയുള്ള ബന്ധത്തിൽ ഈ ഹോസ്പിറ്റലിൽ വന്നു പോകാറുണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ തന്റെ പരിചയമുണ്ടായിരുന്നു. തന്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ നാം കണ്ടതുപോലെ 66 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ മൂലം ഇടയായിരുന്നു. 67ാമത്തെ പുസ്തകം പൂർത്തീകരിച്ചു. അത് ഉടനെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും എന്നാണ് അറിയുന്നത്. ആ നിലയിൽ കർത്താവിന്റെ വിലയുള്ള ബന്ധത്തിൽ തന്നെ ഏൽപ്പിച്ചതായ ശുശ്രൂഷകൾ നിറപടിയായി പ്രവർത്തിച്ച ശേഷമാണ് താൻ കടന്നുപോയിരിക്കുന്നത്. നാം എത്രനാൾ ജീവിച്ചു എന്നുള്ളതല്ല പ്രാധാന്യം. ദൈവം നമുക്ക് നൽകുന്നതായിട്ടുള്ള സമയം അവന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. ദാവീദിനെ കുറിച്ച് അങ്ങനെയാണ് നാം വായിക്കുന്നത്. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം ഈശ്വര പ്രാപിച്ചു എന്ന് വായിക്കുന്നു. ഒറ്റവാചകത്തിൽ ദാവീദിന്റെ ജീവിതത്തിന്റെ ഒറ്റവാക്കിൽ പറയുകയാണ്. അതാണ് അതിന്റെ സംഗ്രഹിച്ച് പറയുവാനായിട്ട് കഴിയുന്നത്. അതേപോലെ തന്നെ പ്രിയ ഭക്തദാസനും താന് ഏത് സമയത്തും ഹോസ്പിറ്റലായിരുന്നാലും ഭവനത്തിലായിരുന്നാലും പുസ്തക രചനയിൽ എപ്പോഴും ഒഴിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഹോസ്പിറ്റലില് തന്റെ മകളുടെ ഭവനത്തിലാകുമ്പോഴും അങ്ങനെ ഒരു കസറയിൽ ഇരുന്നപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇത്ര വലിയൊരു അനുഗ്രഹമായ ശുശ്രൂഷ ചെയ്ത ശേഷം കടന്നുപോയിരിക്കുന്ന താൻ നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. ആ നിലയിൽ പ്രിയ ഭക്തദാസൻ ഈ 60 വയസ്സ് മാത്രം പ്രായമുള്ള താൻ പോയത് നമുക്ക് എല്ലാവർക്കും ഒരു നഷ്ടം തന്നെയാണ്. എന്നാൽ തന്നെ ഏൽപ്പിച്ചത് വിവർത്തിച്ചിട്ടാണ് കടന്നുപോയത്. തന്റെ ഓട്ടം തിരിച്ചതിന് ശേഷമാണ് താൻ പോയത് എന്നുള്ള ആ വലിയ കാര്യം നാം ഓർക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയുകയാണ്. ദുഃഖത്തിലായിരിക്കുന്ന ഈ ഹോസ്പിറ്റലിന്റെ ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ടായി പ്രവർത്തിക്കുന്ന CB തോമസ്, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവർ രണ്ടുപേരും കഴിഞ്ഞ നാളുകളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോടുള്ള ബന്ധത്തിൽ ഈ ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫിന്റെ പേരിലും ഞാൻ ഈ സമയത്ത് ദുഃഖം അവരോടൊപ്പം ഷെയർ ചെയ്യുകയാണ്. ദൈവം തങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുന്നതാണ്. ഇപ്പോൾ കർത്താവിന്റെ പാവസൂട്ടിക്കുള്ള ചുരുങ്ങിയ ചില വാക്കുകൾ സംസാരിക്കുന്നത്.
ഒരു വാക്ക് പറഞ്ഞുണ്ടായി. ഇവിടെ വെച്ച് പറയാൻ കഴിയുന്നില്ലെങ്കിലും എന്ന് കണ്ടാലും ഞാനത് പറയും. അതിതാണ് സഹോദരി വലിയ ഭാഗ്യവതിയാണ്. കാരണം ഇതുപോലൊരു ഭർത്താവിനെ ദൈവം തന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. മക്കളോട് എനിക്കൊരു വാക്ക് പറയുവാനായിട്ടുണ്ട്. മക്കളെല്ലാവരും വളരെ ഭാഗ്യശാലികളാണ്. കാരണം ഇതുപോലൊരു പപ്പയെ നിങ്ങൾക്ക് പപ്പയായി ലഭിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഞാൻ ഭംഗിവാക്കായിട്ട് പറയുകയല്ല, ജീവിതം കർത്താവിന് വേണ്ടി ചെലവഴിച്ച് അവസാനത്തെ തുള്ളി വരെ കർത്താവിന് കൊടുത്ത്